അയ്യോ അധികം തന്നേക്ക് കഴുകാൻ. യൂണിഫോം ഇതായിട്ടുണ്ട്. താമസിച്ചല്ലേ? ഇരുന്നേ, നമ്മുടെ സി പുരുഷോത്തമൻ SI സാർ വന്നിട്ടുണ്ട് വീണ്ടും ലീവ് കഴിഞ്ഞ്. എത്തിയാ? എന്താ വിശേഷം? ലീവ് എടുത്ത് ഇവിടെ പോയി അറിയാമോ? നമ്മളൊക്കെ വേറെന്തോ വീട്ടുകാര്യങ്ങളെന്നാണ് വിചാരിച്ചിരുന്നത്. പുള്ളി ഒരു സിനിമയിൽ അഭിനയിക്കാൻ പോയത്. പുള്ളിയുടെ ഭാര്യയുടെ സഹോദരൻ ആരാണ്ട് ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ അങ്ങനെ എന്തോ ഉണ്ടെന്ന് തോന്നുന്നു. അതിനാ സാറിന് അഭിനയിക്കാനൊക്കെ അറിയോ? അഭിനയിക്കാൻ അറിയാമെന്നില്ലെന്ന് എനിക്ക് അറിഞ്ഞു. ഇപ്പൊ എന്തായാലും 26 പാട്ടാണ്. വരുമ്പോഴേക്കും കനക എന്നൊക്കെ വിളിച്ചിട്ടുള്ള എല്ലാം മൊത്തം പാട്ടാണ്. ദൈവമേ, തലയ്ക്ക് വല്ലതും പോയാ? നമ്മൾ പറയും സഹായാസനാണ് ഇയാൾക്ക് എന്ത് വട്ടായെന്ന് ചെയ്യുന്നു. പക്ഷെ പുള്ളി അതിലൊന്നും കാര്യമാക്കുന്നില്ല. അഭിനയിക്കാൻ പോയ ആളെന്തിനാ പാട്ട് പാടി കൊടുക്കണത്? പുള്ളി ഇപ്പൊ കലാകാരനാണ്. കാക്കിക്കുള്ളിലെ കലാകാരൻ ആരെന്ന് വെച്ചാൽ പുള്ളിയാണ്. പുള്ളി ഇപ്പൊ പ്രതികളെയൊക്കെ ചോദ്യം ചെയ്യുന്നൊക്കെ വേറെ രീതിയിലാണ്. ആരെങ്കിലും എന്താണ് നീ പാട്ട് പാടാൻ അറിയുന്നവരെ ഭയങ്കര ഇഷ്ടം പുള്ളിക്ക്. പാട്ട് പാടാണെങ്കിൽ പുള്ളി വലിയ കുഴപ്പമില്ല, വലിയ കുഴപ്പങ്ങളില്ല. അല്ലെങ്കിൽ അവിടെ ഇരുത്തും മറ്റൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അതൊന്നുമില്ല. പുള്ളി ഇപ്പൊ എങ്ങനെയുണ്ട് ഇയാള് പാടിയിട്ട് എങ്ങനെയുണ്ട്? പാടിയിട്ട് എങ്ങനെ ഉണ്ടെന്ന് അല്ല, ശബ്ദമൊക്കെ നല്ലതാണ്. പാട്ട് പാടാൻ അറിയാം. ആളിറങ്ങി ഓടും. ഒരെണ്ണം മര്യാദയ്ക്ക് പാടില്ലേ. ഒരു പാട്ട് താളത്തിലല്ല പാടുന്നത്, താളമില്ലാതെ പാടും. നമുക്കത് പറഞ്ഞു കൊടുക്കാൻ അറിയാത്ത നമ്മൾ ഇത് ഇടപെടാറില്ല. അപ്പൊ പിന്നെ കുഴപ്പമില്ല. ഇപ്പൊ ഒരു പോക്കറ്റുകാരനെ വിളിച്ചിട്ട് കൊണ്ടുവന്ന് പിടിച്ചോണ്ട് നമ്മൾ പിടിച്ചോണ്ടതാണ്. അപ്പൊ അവൻ്റെ കാര്യങ്ങളൊക്കെ ചോദിക്കോട്ടെ, നിനക്ക് പാടറിയാം പാടാ വെച്ച്. അവൻ പാടാൻ അറിയാൻ ചിലപ്പോൾ വിട്ടാലോ എന്ന് വിചാരിച്ചിട്ട് അറിയാന്ന് പറഞ്ഞു. അവന് ഗംഗയെ പാടാൻ പറഞ്ഞു. ഗംഗയെ പാടി ശ്വാസം കിട്ടാതെ അലഞ്ഞില്ല അവൻ. അവസാനം പിന്നെ നമ്മൾ സാറേ അവനെ ആശുപത്രി കൊണ്ടുപോയിട്ട് ആവശ്യമില്ലാത്ത മണിപ്പിക്കലെന്ന് പറഞ്ഞു. പിന്നെ അവനെ പാടി ഗംഗേ തുടിയിൽ പുള്ളി അങ്ങ് പാടും. അപ്പൊ ഞങ്ങൾ തുടിയിൽ പോയി നിൽക്കും. അപ്പൊ ഇപ്പൊ പോലീസ് സ്റ്റേഷൻ മൊത്തം പാട്ടായിരിക്കും. ഇപ്പൊ മൊത്തം ആക്ഷൻ ഹീറോ പുരുഷന്റെ അഭ്യാസ പ്രകടനം നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ പിന്നെ കുഴപ്പമില്ല. മാതൃകാ സ്റ്റേഷനല്ലേ, ഇടിക്കാനൊന്നും പറ്റില്ലല്ലോ പ്രതികളെ. അപ്പൊ അവർക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ശിക്ഷയാണ് ഇങ്ങനെ. പക്ഷെ വേറെ ഇതിനെക്കാരും തൂക്കിക്കൊല്ലാൻ മതിച്ചാതിയായിരുന്നു പാടുന്നത്. അയ്യോ, ഇതിലും വേഗം പുള്ളി വരാതിരിക്കണായിരുന്നു. വലിയ പ്രശ്നമില്ല ഇപ്പൊ. നമ്മളെയൊക്കെ വിളിച്ചിട്ട് ഇപ്പൊ എന്തെങ്കിലും പറയണേ സാറേ, ഇപ്പൊ ലീവ് വേണമെന്നുണ്ടെങ്കിൽ സഹായം പറ സാറേ. മറ്റേ പാട്ട് സാർ ഇന്നലെ പാടി നന്നായിരുന്നു. ഏത് പാട്ട്? സാഗരമേ ആണോ? സാർ നാളെ വൈകുന്നേരം എനിക്കൊന്ന് ഓക്കെയോ? ലീവൊക്കെ വേണമെങ്കിൽ സാറിന്റെ ചില പാട്ടൊക്കെ സാറിന്റെ പാട്ട് കൊള്ളാന്നൊക്കെ പറയാം. സാർ നമ്മളെ വിടും. അപ്പൊ പിന്നെ ഏട്ടനിന്റെ ലീവ് വേണമെങ്കിൽ പറഞ്ഞാ പോരെ? നാളെ ലീവാണ്. എന്തിന്? സാറിന്റെ ഗംഗയുടെ അല്ല, അതിനുശേഷം പുള്ളി മറ്റേ ഭരതത്തിലൊരു പാട്ട് പാടിയായിരുന്നു. അത് സൂപ്പറായിരുന്നു സാറെന്ന് പറഞ്ഞു. നാളെ ലീവ് കിട്ടി. എനിക്കാണെങ്കിൽ മറ്റേ സ്ഥലം മേടിച്ചില്ലായിരുന്നു ഞാൻ. അവന്റെ എന്റെ കൂടെ പേര് മേടിച്ചില്ലേ, അവിടെ വേലി ഒന്ന് കിട്ടണം വളച്ച്. അല്ല അവൻ എന്തായാലും പോകില്ല. എനിക്ക് നാളെ എന്തായാലും അങ്ങോട്ട് പോയാൽ പറ്റൂല. അവലെ നല്ല തിരക്കല്ലേ ഇപ്പം? നീ തിരക്കിന്റെ ആയിരുന്നു പറഞ്ഞ നീ. അത് കഴിക്കാൻ തടി. ചപ്പാത്തി വേണോ കഞ്ഞി വേണോ? കഞ്ഞി മതി. ഇത് ചമ്മന്തി ഇവിടെ വെച്ചേക്കണേ. ഗംഗേ രണ്ടു പാട്ട് പഠിക്കാം. തുടിയിൽ ആണല്ലേ? ഷോ എല്ലാരും പറയുന്നു. ഞാൻ ഈ റീൽസ് ഒക്കെ കണ്ട് നീ പോ. ഞാൻ അറിഞ്ഞൂടാ. ഡാഡി അടുത്തൊന്ന് ചോദിച്ചു നോക്കാം. പോകുന്നുണ്ടെങ്കിൽ ഞാൻ നിന്നെ വിളിച്ചു പറയാം. ഓക്കെ. ഡാഡി, ഒരു പുതിയ പടം ഇറങ്ങി ഡാഡി. ഒരു പടം ഇറങ്ങിയുള്ളൂ? ഒരുപാട് പടം ഇറങ്ങിയല്ലോ. കൊറേ പടം ഇറങ്ങി, പക്ഷെ ഒരു കിടിലൻ പടം ഇറങ്ങി. ആദ്യം തൊട്ട് അവസാനം വരെ ചിരിക്കാണ്ടെന്നൊക്കെയാണ് പറയുന്നത്. ഭയങ്കര എന്റർടൈനിങ്. അതിൽ നല്ല കോമഡി അല്ലേ നമ്മളെ വീട്ടിൽ നടക്കണേ? അതുപോലല്ല. അതും ഇതിലെ നായകൻ ഫഹദ് ഫാസിലാണ്. ആവേശം സിനിമയുടെ പേര്. എന്തൊരു അഭിനയോന്ന്. അത് കണ്ടിരിക്കേണ്ട സിനിമയെന്ന്. ശ്രീനന്ദയൊക്കെ പോവാൻ പോണ്. നികിത ഇന്നലെ പോയി കണ്ട്. അവള് അതിനെ കുറിച്ച് ഗ്രൂപ്പിൽ പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് പോണ്ടേ സിനിമയ്ക്കാ? ഓ, പെട്ടെന്ന് കണ്ടില്ലെങ്കിൽ സ്പോയിലർ പറയും. അത് ഇത് അതിന്റെ ട്വിസ്റ്റ് അറിയാം. നമുക്ക് ഇന്ന് പോയി കണ്ടല്ലോ. ഇപ്പൊ പോവാം നമുക്ക്. റെഡിയായില്ലേ? വേറെ ഒരു പണിയില്ലല്ലോ ഇവിടെ ആളുകൾക്ക്. എന്തായാലും പറഞ്ഞാൽ അത് ഉടനെ തന്നെ സാധിക്കണം. എന്താന്ന് കുത്തേത്? അല്ല ഡാഡി, ഉടനെ അല്ല, ഇന്ന് രാത്രി. ഇന്ന് രാത്രിയാ? നമുക്ക് സിനിമ അങ്ങോട്ട് ഇറങ്ങിയല്ലേ ഉള്ളൂ. ഈ ഇറങ്ങിയ ഉടനെ ഇടിച്ച് അവിടെ പോയി കാണണ്ട. അവിടെ കിടക്കും തിയേറ്ററിൽ കുറച്ച് ദിവസം. സമാധാനത്തിൽ പോയി കാണാം. ഡാഡി അങ്ങനെ പറഞ്ഞ ഒന്നും ഇതുവരെയും കൊണ്ട് കാണിച്ചിട്ടില്ല. പിന്നെ ഒരു കാര്യം, ഈ റീലൊന്ന് നോക്കിയ ഡാഡി. ഞാൻ കാണിച്ചു തരാം. എന്ത് കാണാൻ?
നോക്കിക്കോ നല്ല ഇനിയിപ്പോ ഈ സിനിമയെല്ലാം ഇതിനകത്ത് വരും. ഇതിനകത്ത് വരുന്ന പോലെയാണോ? അതാ ഇത് നോക്കിക്കോ. ഇതാണ് ഗെറ്റപ്പ് പുതിയ. ഇതാണ് ഭയങ്കര അഭിനയം. പിന്നെ നിന്റെ ഡാഡിയെ കൊണ്ടുപോയിട്ടു. ഇതൊന്നും വലിയ അഭിനയൊന്നുമല്ല. ഇതൊക്കെ കാണാനാണ് പോണത്. ഇതെന്താണ്? ഇതൊന്നുമില്ല. ഞാൻ കാണിച്ചതാ കാണിച്ച ഈ സംഭവം. ഇതല്ലേ ഇതിവിടെ ആർക്കാണ് കാണിക്കാൻ പാടുന്നത്? ഇല്ല, പാടില്ല. കാര്യം ഡാഡി ഇവിടെ ഡെയിലി കാണിക്കുന്നതാണല്ലോ ഇത്. ഒന്ന് അമ്മ കടം ചോദിക്കുമ്പോഴുള്ള റിയാക്ഷൻ, മറ്റേത് അമ്മ കടം തിരിച്ചു ചോദിക്കുമ്പോഴുള്ള റിയാക്ഷൻ. മടുത്ത് കണ്ട്. ഇത് അതുപോലെ അല്ല. ഇമാതിരിയുള്ള സിനിമകളൊന്നും കാണണ്ട. ഇത് വലിയ തമാശയോ വലിയ സംഭവമൊന്നുമല്ല. കാണാത്തൊരു കാര്യത്തെ കുറിച്ച് എങ്ങനെയാണ് പൂച്ചിങ്ങനെ കൊണ്ടുപോകാൻ പറ്റില്ലെങ്കിൽ അത് പറഞ്ഞാ പോലെ. കൊണ്ടുപോകാന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പൊ പറ്റൂല. എനിക്ക് സൗകര്യമുള്ളപ്പോ, എനിക്ക് സൗകര്യവും സമയമുള്ളപ്പോ ഞാൻ കൊണ്ടുപോകും. ഇപ്പൊ ഡാഡി എങ്ങും പോണില്ലല്ലോ. ശരി, എന്നാ കൊണ്ടുപോവാന്ന് പറ. ആലോചിക്കാം, നമുക്ക് ആലോചിക്കാം. കണ്ട എന്നാ കൊണ്ടുപോവാന്നും പറയൂല. എനിക്ക് സമയവും സാഹചര്യം ഒക്കുമ്പോ ഞാൻ കൊണ്ടുപോകും. അല്ല നിന്നെ കൊണ്ടുപോയിട്ടില്ലല്ലോ. ഒന്നുമില്ല മാമ, ഒരു നല്ല പടം ഇറങ്ങി. അപ്പൊ ഡാഡി ഇപ്പൊ നമ്മളെ സിനിമയ്ക്ക് കൊണ്ടുപോയിട്ട് 6 മക്കളെ ആവേശം ഫാമിലിയൊക്കെ പോയായിരുന്നു. ആണോ? നല്ലതെന്ന് പറഞ്ഞില്ലേ? കണ്ടോ. അപ്പൊ ഞാൻ ഡാഡി അടുത്ത് കൊണ്ടുപോകും ചോദിച്ചു. അപ്പൊ ഡാഡി നോക്കാന്ന് പറഞ്ഞു. ഡാഡി നോക്കാന്ന് പറഞ്ഞു ഒരുപാട് ഇതുവരെ കൊണ്ടുപോയിട്ടില്ല. നിന്നെ ഇതുവരെ സിനിമയ്ക്ക് കൊണ്ടുപോയിട്ടില്ലല്ലോ. 6 മാസമായില്ലേ? പിന്നെ 6 മാസത്തോളം വലിയ കാലാവധിയല്ലേ? മാസം സിനിമയ്ക്ക് പോകണമെന്ന് എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ? മക്കളെ, സിനിമയ്ക്ക് പോകണമെങ്കിലേ ചെലവുണ്ട്. ടിക്കറ്റ് എടുക്കണം, ചില ഭാഗത്തോട്ട് കയറാൻ നേരത്തെ പോപ്കോൺ മേടിച്ച് കഴിക്കണം, ചിലപ്പോൾ ഐസ്ക്രീം ആണോ കൊച്ചുങ്ങൾ പറയും, അപ്പൊ അത് മേടിച്ചു കൊടുക്കണം. അങ്ങനെ ചെലവാണ്. അപ്പൊ ചെലവാക്കാൻ വയ്യാത്തവർ പല ഒഴിവുകളും പറയും. മനസ്സിലായല്ലോ? അത്ര വലിയ ദണ്ണമാണ് നിന്റെ പൈസ ഇങ്ങനെ ഒഴിവണമെങ്കിൽ നീ കൊണ്ടുപോടേ. പൈസ ഒഴുകിയാലും ഒഴുകിയില്ലെങ്കിൽ കൊച്ചൊരു ആവശ്യം പറയാൻ ചെയ്തു കൊടുക്കുക. അത്രേ ഉള്ളൂ. പിന്നെ വലിയ കാര്യമല്ലേ മക്കളെ? ഇന്ന് വൈകുന്നേരം നമുക്ക് പോവാം. സെക്കൻഡ് ഷോയ്ക്ക് പോവാം. അമ്മ എടുത്ത് പറഞ്ഞേ. മാമ എടുത്തു. ഞാൻ പറഞ്ഞോളാം. നീ പറഞ്ഞോടെ. എനിക്ക് സമയമില്ല. എനിക്ക് സമയമില്ല. വന്നാലും വന്നില്ല, ബാക്കി എല്ലാവരും പോകും. പോകുന്ന വഴിക്ക് നമുക്ക് അളിയൻ സറ്റർഡേ കയറി നല്ല ചൂട് പൊറോട്ടയും അടിപൊളി ബീഫും കഴിക്കാം. അത് കഴിഞ്ഞിട്ട് പടവും കണ്ട് പൊളിക്കാം. പിന്നെ ഇതിന്റെ ചെലവ് ചോദിച്ച് എന്റെ അടുത്ത് വരരുത്. ഇതൊക്കെ പറഞ്ഞ് പിള്ളേരെ പ്രലോഭിപ്പിക്കണത് കൊള്ളാം. നീ ഇത് ആര് കേൾക്കാനാണ് പറയുന്നത്? ആരെങ്കിലും നിന്റെ അടുത്ത് തന്നെ പറഞ്ഞു കേട്ടോ. എന്തെങ്കിലും ഒരു ദിവസം എന്തെങ്കിലും ഒരു കാര്യത്തിന് നീ പൈസ ലാക്കിട്ടുണ്ടാ? പ്രത്യേകിച്ച് ഞാൻ കൊണ്ടുപോയ കാര്യത്തിന് കണക്ക് വെച്ചിട്ടുണ്ട്. ഞാൻ ചെലവും കണക്കും നോക്കാറില്ല നിന്നെ പോലെ. നീ ഇതെല്ലാം കുറിച്ച് വെച്ചിട്ടുണ്ട്. അതാണ് ഞാൻ അങ്ങനെയൊന്നും കുറിച്ച് വെക്കാറില്ല. എന്റെ മനസ്സിലുണ്ട് കാര്യങ്ങൾ. മനസ്സിൽ കാണും. ഞാൻ ചെലവാക്കണമൊന്നും മനസ്സിൽ ഒന്നുമില്ല. ഇങ്ങനെ ചെലവാക്കുക. അതാണ്. എന്നടാ അത്? നിനക്കൊന്നും ജോലിയൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ ഞാനൊരു സ്ഥലത്ത് പോകുന്നുണ്ട്. ഇന്നിനിപ്പോ വരണ്ട, വേറെ എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോ ഒരു 3 സെന്റ് സ്ഥലം നമ്മളെ പേരിൽ ഞാൻ മേടിച്ച് അവിടെ ഇട്ടിട്ടുണ്ട്. എങ്ങാനും അത് പോകുമ്പോ ഒന്നിങ്ങനെ നോക്കെങ്കിലും ചെയ്യണടാ. ഇപ്പൊ തന്നെ വേറെ 3 സെന്റ് വാങ്ങിച്ചതിന് നീ എച്ചി കണക്ക് പറഞ്ഞു തുടങ്ങിയല്ലേ? ഞാൻ പറഞ്ഞ എന്നെ കൂടെ പേരിൽ വാങ്ങിക്കില്ലല്ലോ. കണക്ക് പറഞ്ഞാടാ. പിന്നല്ലാതെ ദൈവത്തിന് ഇറക്കണ പറഞ്ഞ കേട്ടാ. മനസ്സിലായില്ലേ? നീ അങ്ങോട്ടും തിരിഞ്ഞു നോക്കത്തിന്റെ വിഷമം കൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. സമയം കിട്ടുന്ന നിനക്ക് പോവേ പോവാ. 3 സെന്റല്ലേ ഉള്ളൂ. അത് ഒരാൾ പോയി നോക്ക്. മക്കളെ, ഞാൻ പോയിട്ട് അവിടെ ബാക്കിയെല്ലാം സെറ്റ് റെഡി ആയിരുന്നു. നടന്ന തന്നെ. ഇതൊക്കെ വെറും വാഗ്ദാനങ്ങള്. അത്രേ ഉള്ളൂ. നമ്മളിന്ന് ആവേശം കാണാൻ പോകും. സിനിമ ഡാഡി പറഞ്ഞതായിരിക്കും. അല്ല, ഡാഡിയാ പറഞ്ഞെങ്കിൽ നടക്കൂല മുത്തേ, നീ വെറുതെ ആഗ്രഹിക്കണ്ട. അല്ലാന്ന് മാമൻ പറഞ്ഞ്. അപ്പൊ നടക്കേ കനകനാ. ഇന്ന് സെക്കൻഡ് ഷോയ്ക്ക് പോവാ. അതായത് എങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ ആദ്യം അലിയൻസ് തട്ടുകടയിൽ കയറി പൊറോട്ടയും ബീഫും കഴിക്കുന്നു. അത് കഴിഞ്ഞ് സെക്കൻഡ് ഷോ പോകും. ഏതാ പടത്തിന്റെ പേര്? ആവേശം. ആവേശം. മറ്റേ ആ പുതിയ ചെറുക്കന്റെ. പുതിയ ചെറുക്കന്റെ മോഹൻലാൽ മമ്മൂട്ടി അല്ലല്ലോ? അല്ല, കിട്ടില്ല പടം വന്ന്. അമ്പോ അടിപൊളി. അമ്മ പിന്നെ എന്നെ ഇത് കണ്ടെന്ന് പറഞ്ഞ് വിളിച്ചില്ലേ? അവളൊക്കെ മറ്റേ കിടന്ന് കാണൂല്ലേ? അങ്ങനെ അവരെപ്പോഴും സിനിമ കാണും. നമുക്ക് അങ്ങനെ കിടന്ന് കാണൂ. അപ്പൊ ഇനി മാമ അങ്ങനെ എടുത്തിരുന്നെങ്കിൽ കൊള്ളായിരുന്നല്ലേ കിടന്ന് കാണാൻ. പിന്നെ അതിനൊക്കെ കുറെ പൈസയാകും. നിനക്ക് കിടന്ന് കാണാം. ഇവിടെ സിനിമ ടിവിയിൽ വരുമ്പോ നീ അവിടെ ബെഡിൽ കിടന്ന് കണ്ടോ? എന്റെ പൊന്നു മുത്തേ, ഒരാളൊരു കാര്യം നമുക്ക് ചെയ്തു തരുമ്പോ പിന്നെ അതിങ്ങനെ ചൂഷണം ചെയ്യണേ എന്തിനാ? നീ ഡാഡിനെ പോലെ തുടങ്ങല്ലേ, ഇരുന്ന് കണ്ടാ മതി. എന്റെ പൊന്നൊന്നും ഒരു ആഗ്രഹം പറഞ്ഞതേ ഉള്ളൂ. വേണ്ട, എനിക്ക് ഇരുന്ന് കാണണേ. വേണ്ട. പിന്നെ വേറൊരു കാര്യം, അവന് ഇന്റർവെൽ ആവുമ്പോ അത് വേണോ ഇത് വേണോ എന്നൊക്കെ ചോദിക്കും. ഒന്നും വേണ്ട. 18 വർഷമായിട്ട് ട്രെയിനിങ് തരുമല്ലേ? വേണ്ട. വേണ്ട. അല്ലെങ്കിൽ തന്നെ ചെറുക്കൻ്റെ കയ്യിൽ പൈസ ഇല്ല. നിനക്ക് ഞാൻ ഇച്ചിരി നാരങ്ങ വെള്ളോ അല്ലെങ്കിൽ രസന എന്തെങ്കിലും കലക്കി കൊണ്ടുപോവാം. തിയേറ്ററിന്റെ അകത്തോട്ട് അവര് കയറ്റിയൊന്നുമില്ല. അവര് നോക്കും. പിന്നെ നോക്കി അവരല്ലേ തീരുമാനിക്കണം എന്റെ ബാഗിൽ എന്ത് വെക്കണോന്ന്. ബാഗ് ചെക്ക് ചെയ്യും.
പ്ലീസ്. അവിടെ അവസാനം പിടിച്ച് നിർത്തും അവിടെ. പിന്നെ വന്നാ എന്റെ തനി സ്വഭാവം അവരറിയും. അവരറിഞ്ഞിട്ട് ക്യാൻസൽ ചെയ്യാൻ ടിക്കറ്റ്. പിന്നെ ചുമ്മാ ആവശ്യമില്ലാത്ത പണിക്ക് പോവല്ലേ. എന്തായാലും ചെയ്യാം. വെള്ളം എന്തായാലും അവളെ ഒന്ന് വിളിച്ച് പറയാം. ഹലോ. നീ ആവേശം കാണാൻ പോണല്ലോ. നീ ഏത് ഷോയ്ക്ക് പോകുന്നേ? ഞാനും പോകുന്നു. എല്ലാരും ഉണ്ട്. നമ്മള് മോള് സെക്കൻഡ് ഷോ. അതിലല്ല, സാധാ തിയേറ്ററില്, അതിന്റെ അപ്പുറത്ത്. അതന്നെ. നീ ഇതിനാണല്ലേ, വൈകിട്ട് പോവല്ലേ? ഓക്കെ. ഇല്ല, ഒരുമിച്ചാണോന്ന് അറിയാൻ വേണ്ടി ചോദിച്ചേ. ശരി ശരി, ഞാൻ വിളിക്കാം. ഒരു കാര്യം ചെയ്യും, അമ്മാവനെ വിളിച്ചു പറഞ്ഞ് അമ്മാവനോട് കൂടെ വരാൻ പറ. അല്ലെങ്കിൽ അമ്മായിക്ക് എപ്പോഴും പരാതി, അമ്മാവൻ ഒരു സ്ഥലത്ത് കൊണ്ടുപോകില്ല, എന്നും വീട്ടിലിരുന്ന് മുഷിഞ്ഞ്. അമ്മാവനോട് വേഗം വരാൻ പറ, സിനിമയ്ക്ക് വരാന്ന് പറ. അത് പറയണ്ട. അത് പറയടി വേണേ. അപ്പൂപ്പ മുത്ത്. അപ്പൂപ്പ പിന്നെ അത്യാവശ്യമായിട്ട് ഇങ്ങോട്ട് വരണം. അത് പറയാം. അമ്മുമ്മേനെയും കൂട്ടണം അത്യാവശ്യമായിട്ട്. ഇപ്പൊ എത്തന്നെ, ഭയങ്കര അത്യാവശ്യം. ഇല്ല, ഫോണിൽ കൂടെ പറയാൻ പറ്റൂല. വിളിക്കാം. ഇറങ്ങ്. ഇവളെന്തേ കേൾപ്പിക്കണത്? അവൻ സിനിമയ്ക്ക് പോകാന്ന് പറഞ്ഞ എന്താ കുഴപ്പം? പറഞ്ഞാ അപ്പൂപ്പൻ വരൂല. ഇതിപ്പോ പേടിക്കൂലേ? പേടിക്കണം, പേടിച്ചാലേ വരൂ. സിനിമയ്ക്ക് പോണെന്ന് പറഞ്ഞാൽ അപ്പൂപ്പ ചീരത്തോട്ടത്ത് നിൽക്കുകയാണെങ്കിൽ വരാന്ന് പറയോ? എനിക്കൊന്നും വയ്യ, പിന്നീട് ആവട്ടെ എന്ന് പറയും. അപ്പൊ വരാം. ഇപ്പോഴാണെങ്കിൽ പേടിച്ചു. ദൈവമേ, ചായ ഇവിടെ തരുമോ? നിക്ക്, ഞാനിതൊന്ന് അരിഞ്ഞു കഴിയട്ടെ. ഓ, ഇതെപ്പോ കഴിയും? വരുമല്ലോ. എവിടെ? ആവേശം സിനിമ. എനിക്കിന്ന് മീറ്റിംഗ് ഉണ്ട്. രാത്രി 9:30 ശേഷമോ മീറ്റിംഗ്? ചുമ്മാ ഒന്ന് പോടാൻ. എന്റെ മുത്തേ, വരുന്നില്ലെങ്കിൽ നിർബന്ധിക്കണ്ട. അവൻ അത്രയും പൈസ ലാഭം ഒരാൾ കുറഞ്ഞിരുന്ന. അതെ, അവൻ പറഞ്ഞല്ലേ, അവൻ വെറും വാക്ക് പറഞ്ഞാണ്. എവള് ബഹളം വെച്ചോണ്ട് സമാധാനിപ്പിക്കാൻ പറയണേ. എനിക്ക് തോന്നുന്നുള്ളത് നടക്കൂന്നൊന്നും. മാമ അങ്ങനെ പറയൂല. മാമ പറഞ്ഞതാണ്. മാമൻ പറഞ്ഞ നമുക്ക് കാണാമല്ലോ. പിന്നെ അതിന് സിനിമയ്ക്ക് പോകാൻ ഞാൻ വരണമെന്നുണ്ടെങ്കിൽ എന്നെ നിർബന്ധിച്ച് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഫുൾ ചെലവ് നോക്കിക്കോളണം. ഒരു നയാ പൈസ ഞാൻ ചെലവാക്കുമെന്ന് വിചാരിക്കണ്ട. ഇവിടെ നിർത്തി. ശരി. പൂട്ടി കിടക്കുകയാണല്ലോ. ചേട്ടനൊന്ന് വിളിച്ചേ അവനെ ഒന്നും കൂടെ. അപ്പൊ മുത്ത് ഫോൺ ചെയ്യുമ്പോ ഞാൻ ചോദിച്ചാണ് എന്താ കാര്യം. അപ്പൊ അവള് കാര്യം പറയേണ്ട ഫോൺ കട്ട് ചെയ്തില്ലേ? അവനെ വിളിച്ചു നോക്കിയപ്പോ ഫോൺ കൊടുക്കണില്ലല്ലോ. ഒന്നും കൂടെ ഒന്ന് വിളിക്കവനെ. ആർക്കും എന്തോ പറ്റി എങ്ങോട്ടോ കൊണ്ടായിക്ക. അടച്ചു കൂട്ടിയിട്ടേക്കുവാ. താഴെ തുറന്നു. ബെല്ലടിക്കുന്നുണ്ട്. കനക, ഞാൻ മാമനാണേ. ഞാനേ അല്ലടാ, നീ എവിടെയാ? ഹലോ, എന്തോ പ്രശ്നമുണ്ട്. അവൻ ഫോൺ കട്ട് ചെയ്തു. ആംബുലൻസ് പോണ സൗണ്ട് ഒക്കെ കേൾക്കുന്നുണ്ട്. ചുമ്മാതിരിക്കുന്നു. ഇവരെല്ലാരും കൂടി ആശുപത്രി വേണ്ട. മുത്തേ, ഈ കുട്ടി ഇത് കഥകം തുറന്നിട്ട് എങ്ങടെ പോയി? മുത്തേ, നിങ്ങൾക്ക് ഇത് എവിടെ പോയി കിടക്കാത്? ഞാൻ താഴെ ഒരു കൊല പഴുത്തിട്ടുണ്ടെന്ന് പറഞ്ഞത് നോക്കാൻ വേണ്ടി പോയതാ. വിളിച്ചു വരുത്തിയിട്ട് പിന്നെ ഞാൻ അവിടെ വന്ന് നോക്കുമ്പോ അവിടെ ആരുമില്ല. അവിടെ ലില്ലി ഉണ്ടല്ലോ. ഒക്കെ പൂട്ടിയേക്കുവാ. ലില്ലി പൂട്ടിയാ? അതെവിടെ പോയി അവള്? ഇവിടെ വന്ന് നോക്കുമ്പോ ഇത് തുറന്നിട്ടിട്ട് ക്ലീറ്റോനെ എത്ര പ്രാവശ്യം വിളിക്കാം. നീയൊക്കെ ഇത് എവിടെ പോയി കിടക്കുക? എത്ര വിളി വിളിച്ചെന്നറിയാമോ? അപ്പൊ കുട്ടിയെ നീ ഫോൺ ചെയ്യുമ്പോ നിന്നോട് ഞാൻ ചോദിച്ചല്ലേ എന്താ കാര്യം. അപ്പൊ നീ കാര്യം പറയണ്ടേ? ഇവിടെ വന്ന് നോക്കിയപ്പോ ഇങ്ങനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ മനുഷ്യ പേടിക്കില്ല. പ്രശ്നം എന്താ? ഇവള് വിളിച്ചു പറഞ്ഞിട്ടാണ് ഞാൻ വരുന്നത്. എന്തിന്? എന്താ ചോദിച്ചപ്പോ ഒന്നും പറഞ്ഞില്ല. അമ്മായി അപ്പൂപ്പനും അമ്മൂമ്മയും കൂടിയിട്ട് വേഗം ഇടുവാന്ന് പറഞ്ഞു. എന്താ മുത്ത, എന്തിനാ വിളിച്ച? അതൊന്നുമില്ല, സിനിമയ്ക്ക് പോകാൻ വിളിച്ച. ഞാനും അമ്മയും കൂടെ പറഞ്ഞു. സിനിമയ്ക്കാ? വൈകിട്ട് നമ്മള് പോണില്ലേ മാമ പറഞ്ഞിട്ട്. ആവേശം. അതിന് പാപ്പനെ വിളിച്ച. അത് അപ്പഴേ അങ്ങ് പറഞ്ഞാ പോരെ. സസ്പെൻസ്. പേടിച്ചു പോയി എല്ലാരും. ഇപ്പൊ അമ്മാവൻ ചത്തുപോയേനെ. ഞാൻ എന്നിട്ട് കാര്യം അറിയാൻ വേണ്ടിട്ട് ഇപ്പൊ ഇവിടെ വന്നിട്ട് കനകനെ വിളിച്ചപ്പോ ഒരു ആംബുലൻസ് പോണ ശബ്ദവും കുറെ ബഹളവും എന്താന്ന് പറഞ്ഞപ്പോ പിന്നെ വിളിക്കാൻ പറഞ്ഞു. അവൻ വൈകുന്നേരം വന്നിട്ടല്ലേ. ഇവളാ ലില്ലിയ? ലില്ലിനെ കാണുന്നില്ല അവിടെ. ലില്ലിയിലെ അവിടെ ഇല്ലേ? പറഞ്ഞ കനകൻ ഇന്ന് ലീവാണല്ലോ അല്ലേ? സ്ഥലത്തോട്ട് പോയി. എന്തൊരു കഷ്ട കാര്യം പറഞ്ഞ സിനിമയ്ക്ക് പോകാൻ വേണ്ടിട്ട് വിളിച്ചേക്കണേ. കഴിച്ചാ? ഭക്ഷണം കഴിച്ചാ? പിന്നെ ഭക്ഷണം അവിടെ റെഡിക്ക് വെച്ച് കഴിക്കാൻ നിൽക്കുമ്പോഴല്ലേ
ഒരു മനുഷ്യന്റെ ഓരോ ദിവസത്തെ അന്ന എവിടെ നിന്നാണ് മേളിൽ ഇരിക്കുന്ന ആൾ എഴുതി വെച്ചിട്ടുണ്ട്. ഇന്ന് ഇവിടെയാണ്. വാ 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 നമുക്ക് ഉള്ളത് പൊട്ടിക്കും. നല്ല സമയം വന്നേള്ളൂ. ഇരിക്കടാ. അല്ല ഞാൻ നമുക്ക് പിന്നെ ഇരിക്കാം. നിങ്ങൾ കഴിച്ചില്ലല്ലോ? ഇല്ല. അതിന് മുമ്പേ ഒരു ചെറിയ കടം, ഒരുപാട് ആക്ഷേപം കേട്ടതാ. എൻ്റെ എപ്പോഴാണ് മേടിച്ചത്? ആ പാർട്ടി ഓഫീസ് മേടിച്ച 1000 രൂപ, 10,000 രൂപയുടെ ആക്ഷേപം ഞാൻ കേട്ടു. കടം മേടിക്കാൻ നേരത്ത് ഇങ്ങനെ അല്ലായിരുന്നല്ല. മച്ചമ്പി എൻ്റെ ദൈവമാണ്. എൻ്റെ ഞാൻ പറയാനില്ല. 1000 ചോദിച്ചിട്ട് 2000 കൊടുക്കാത്തതിന്റെ കയറും എന്തെല്ലാം കേട്ടെന്നറിയാം. കലമച്ചമ്പ ലില്ലിപ്പുണ്ട സിനിമ ആണോ പൈലി? 9:30 രാത്രി. രാത്രിയല്ലേ പോ? ആവേശം. നമ്മളെല്ലാരും പോണ്ട്. അവര് അവിടെ ലുലുവിലിരുന്ന് ആവേശ സിനിമ കണ്ടോണ്ടിരിക്കുന്നു. ആര് പറഞ്ഞു എൻ്റെ അടുത്ത്? നമ്മുടെ തൈക്കടക്കാരൻ സഹദേവണ്ണല്ലേ, അവന്റെ മോൻ ശബരീഷ്, അവൻ സിനിമ കണ്ട് ഇറങ്ങിയപ്പോ ഇവര് സിനിമ കാണാൻ വേണ്ടി അവിടെ ലുലുവിൽ നിൽക്കുന്നു. മച്ചമ്പി ലില്ലിപ്പണും കൂടെ. ഓ അവൻ നേരെ വർക്ക്ഷോപ്പിൽ എന്ന് പറഞ്ഞല്ലേ എന്നോട്? നീയല്ലടാ പറഞ്ഞ് എല്ലാവരും കൂടിയിട്ടാണ് പോണെന്ന്. ഞാൻ പറഞ്ഞു ഇല്ലല്ലോ. ഞാനല്ലല്ലോ പറഞ്ഞു എല്ലാവരും കൂടെ പോകണം. എല്ലാവരും കൂടി സിനിമയ്ക്ക് പോകുന്നല്ലേ പറഞ്ഞു? ആരും സിനിമയ്ക്ക് പോകില്ല. എനിക്കറിയാം അവൻ്റെ രീതിയൊക്കെ എങ്ങനെ തന്നെ. ഇതെന്താണെന്നറിയാമോ, നമ്മൾ ഇത്രയും പേരും കൂടെ പോകുമ്പം പൈസ ചിലവാകുമേ. ലുലു മാളിലൊക്കെ പോയി ഇത്രയോടെ നല്ലൊരു എമൗണ്ട് ചിലവാകും. അത് മടിച്ചിട്ട് ഭാര്യയും ഭർത്താവും കൂടെ രഹസ്യമായിട്ട് പോയി സിനിമ കാണുന്നു. ഇനി അവൻ വൈകുന്നേരം വന്നിട്ട് ഒരു കഥ പറയുന്നു, സിനിമ കൊള്ളില്ല, ഭയങ്കര ബോറ്, കുട്ടികളെ കൊണ്ടുപോയി കാണിക്കാൻ കൊള്ളില്ല എന്നൊക്കെ പറയും. ഞാൻ എവളെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് രാവിലെ അവൻ ഒരു തള്ളിയതാ സിനിമയ്ക്ക് കൊണ്ടുവന്ന്. അവൻ അങ്ങനെ കുറ്റപ്പെടുത്തണ്ട. അവളും പോയല്ലോ. അയ്യോ. ഇല്ലേ? ഒരു വാക്ക് അവള് പറഞ്ഞോ? അത് ഭർത്താവ് പറഞ്ഞിട്ടുണ്ടാവും. നീ ആരുടെ പറഞ്ഞ രഹസ്യമായിട്ട് നീ പെട്ടെന്ന് ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ അവള് പോയിട്ടുണ്ടാവും. അതെങ്ങനെ? അത് എല്ലാവരും കൂടി സിനിമയ്ക്ക് പോവാന്ന് പറഞ്ഞിട്ട് പിന്നെ അവര് സിനിമയ്ക്ക് പോവാ പറഞ്ഞത് മനഃപൂർവ്വല്ലേ? അപ്പൊ ഓഫർ ഉണ്ടായിരുന്നു. ഇത് സംഭവം എന്താ അറിയോ, ലുലുലു ടിക്കറ്റിന് നല്ല പൈസയാ. ഇത്രയും പേരുടെ കൊണ്ട് ചെല്ലുന്ന എക്സ്പെൻസ് ചേർത്തപ്പോ നിങ്ങളെ കൊണ്ടുവന്നുള്ള ആവേശം ചോർന്നു പോയി. അവരൊറ്റയ്ക്ക് ആവേശം കാണുന്നു. എന്തൊക്കെ ഇങ്ങനെ വരുമെന്ന് എനിക്കറിയാം. അവൻ ലോകം ഉടായിപ്പല്ലേ. എന്താണ് എൻ്റെ ഭാര്യ പറഞ്ഞു, അയ്യോ ഞാനാണ് അങ്ങനെ, നിന്റെ ഡാഡി പറഞ്ഞാൽ കൊണ്ടുപോകുന്ന പറഞ്ഞാൽ നടക്കൂല, മം പറഞ്ഞാൽ അത് നടക്കും. ഓ അതെ, നീ ഉണയ്ക്ക്, നമുക്കത് വന്നാടാക്കിയിട്ട് ഞാൻ ചീരത്തോടത്ത് പോവാം. എവിടെ? ഹലോ, അമ്മാവ എങ്ങും പോണില്ല. ഇന്ന് സെക്കൻഡ് ഷോ സിനിമ കണ്ടിട്ട് അമ്മാവ ഇവിടെ നിന്ന് പോകും. നമ്മളെല്ലാരും കൂടെ ഇന്ന് സിനിമ കാണാൻ പോവും. സിനിമയുടെ ടിക്കറ്റ് ഞാൻ എടുക്കും. വൈകുന്നേരം ഫുഡ് കഴിക്കണതിന്റെ പൈസ അമ്മാവും കൊടുത്തോ. അപ്പൊ ഇന്റർവെല്ലിന് 30 പൊരി എന്റെ വക. നീ വരണം. ഞാൻ വേറെ അല്ല, നിനക്കിനി വേറെ വല്ല പരിപാടിയാണ്. പിന്നെ നമ്മള് ഇന്ന് സെക്കൻഡ് ഷോ സിനിമ ആവേശം കണ്ടിരിക്കും. ഡാഡി ഇപ്പൊ വിളിച്ചതിനുള്ള അങ്ങനെ എന്റെ കൊച്ചിനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെയൊക്കെ പറ്റിച്ചിട്ട് ഇപ്പോഴെങ്കിലും ഇനിയെങ്കിലും ഒന്ന് പറയണം കേട്ടാ. ഞാനാണ് ഉടായിപ്പ്, നിന്റെ ആങ്ങളാണ് ഉടായിപ്പ്. ഒരു ഷോ അതെ, ഇന്ന് വൈകുന്നേരം 9:30 മണിക്കുള്ള സെക്കൻഡ് ഷോ ലുലു മാളില് ആവേശം സിനിമയ്ക്ക് ഒരു നമ്മള് 6 ടിക്കറ്റ് ബുക്ക് ചെയ്തോ. ആ കിടന്ന് കാണണം, അത് വേണ്ട, ഞങ്ങൾ സിനിമ കണ്ടിട്ട് വന്ന് കിടന്നോളാം. ഇരുന്ന് കാണാൻ മതി. 6 ടിക്കറ്റ്. എന്നിട്ട് കോപ്പി എനിക്ക് ഇതല്ലേടാ വാട്സപ്പിൽ ഇട്ടരാ. ശരി ശരി. എൻ്റെ ഭാര്യയും മോളും കൂടെ എന്തൊക്കെ പറഞ്ഞത്. ഡാഡി പറഞ്ഞ അങ്ങനെയാണ്, ഡാഡി ഉടായിപ്പാണ്, മാങ്ങയാണ്. ഹലോ, ഒരു കാര്യം മനസ്സിലായ, ഡാഡിക്ക് തുല്യം ഡാഡിയേ ഉണ്ടാവുള്ളൂ കേട്ടോ. പകരം വയ്ക്കല്ലാത്ത ഒരാളായി ഡാഡി. മനസ്സിലാക്കിയേ കൊള്ളാം കേട്ടോ. രാത്രി ഒരു 8 മണി കഴിഞ്ഞല്ലേ നമ്മൾ ഇറങ്ങുള്ളൂ. ഞാൻ ടൗണിലൊക്കെ പോയിട്ട് ഇങ്ങോട്ട് വരാം. എന്തിന് ഈ ചൂടത്തിന് ഇപ്പം എന്തിനാ അമ്മാവൻ പുറത്ത്? അമ്മ അവിടെ ഇരിക്കുക. നീ എന്ത് ഉച്ച കഴിഞ്ഞ വർക്ക്ഷോപ്പിൽ പോകണില്ലേ? കൊണ്ട് പണിയുണ്ട്. പിന്നെ പോവാത്തെന്ത്? കയ്യും കാലും പറിക്കുന്ന മച്ചമ്പി. കനമച്ചമ്പി നമ്മോട് കാണിച്ച് ചതി ഓർത്തിട്ട് എനിക്ക് ഒട്ടും സഹിക്കാൻ വയ്യ. മനസ്സിനകത്ത് ഇങ്ങനെ വിങ്ങല് കയറി വരുക. നമ്മുടേതോ പോട്ട്, സ്വന്തം പെങ്ങളും ആ പെങ്ങള് മോളെ ഇങ്ങനെ കാണിക്കാവോ? മനസ്സിൽ ആഗ്രഹിപ്പിച്ചിട്ട്. എടാ, അങ്ങനെ പെങ്ങളെ മോളിൽ നിന്നും അവനില്ല. അവന് ആരെ നിന്നും പ്രശ്നമില്ലടാ. ചതിക്കുക. പോലീസുകാരന്റെ സ്വഭാവം, മുരട്ട് സ്വഭാവം. അങ്ങനെയൊന്നല്ല. അവനൊന്നും അങ്ങനെ, അവന് ഭയങ്കര ജീവനായിരുന്നു. ഞങ്ങളൊക്കെ വാക്ക് പറഞ്ഞ പാലിക്കുന്നവനായിരുന്നു. ലില്ലിനെ കെട്ടിയതിന്റെ ശേഷമാണ് അവന്റെ മുഖത്തിന് മാറ്റം വന്നത്. അത് തന്നെ. ഞങ്ങള് കൊടങ്ങാവളക്കാര് വാക്ക് മാറ്റിയോ കൂറു മാറിയോ ചതിച്ച ചരിത്രമില്ല. ഈ വീട്ടിൽ നിന്നാണ് അവൾ ഇറങ്ങിപ്പോയത്. ഈ വീട്ടിൽ നിന്ന് ഞാനും ഈ കൊച്ചും ഈ മനുഷ്യൻ ഇവിടെ ഉണ്ടല്ലോ. ചേട്ടാ, ചേട്ടത്തി, അല്ലെങ്കിൽ ക്ലീറ്റോ ചേട്ടാ, ഒരു വിളി വിളിക്കാലോ, മുത്തേന്നൊരു വിളി വിളിക്കാലോ. അതിന് കാര്യമുണ്ട്. ചത്ത് കിടക്കുമല്ലോ. നിന്റെ ആങ്ങളെന്ന് പറയുന്ന വായി നോക്കിയുണ്ടല്ലോ, അവളെ ശാസിച്ചിട്ടുണ്ടാവും. നീ ഒരു കുഞ്ഞിനോടും പറയരുത്, നീ മിണ്ടാതെ ഇറങ്ങി വാ. എന്റെ ആങ്ങൾ അങ്ങനെ ചെയ്യൂല. എന്റെ ആങ്ങള് ചെയ്യില്ല. ഈ നിങ്ങളുടെ പെങ്ങള് ചെയ്തിട്ടുണ്ടാവും. പിന്നെ
ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇത് അവന്റെ സ്വഭാവത്തിൽ മാറ്റം വന്നു തുടങ്ങി. ഞാൻ ഇനി ദേ കണ്ടു. നോക്കിക്കോ, കൊടങ്ങാവിളയിൽ എന്തെങ്കിലും ഒരു പരിപാടി ഉണ്ടായ എന്നെ എന്റെ കൊച്ചിനെ പ്രതീക്ഷിക്കരുത്. അങ്ങനെ ദേ മച്ചമ്പിയും കൂടി അങ്ങ് ഇപ്പൊ പോയി. കടുവ കിടുവൊഴിച്ചു പറഞ്ഞാലേ അവളെ ഒരു കാര്യം ഞാൻ പറയാലോ, ഇതിപ്പോ മുത്തു സിനിമയ്ക്ക് പോണെന്ന് പറഞ്ഞപ്പോ കനകൻ ആത്മാർത്ഥമായിട്ട് തന്നെയാണ് അവളെ എല്ലാരും കൊണ്ടുപോകാന്ന് പറഞ്ഞത്. ആ സമയത്ത് ലില്ലിയുടെ മുഖം കറുത്തുണ്ടാവും. പിന്നെ അകത്ത് ചെന്ന് പറഞ്ഞ് തിരിപ്പിച്ചിട്ടുണ്ടാവും. എന്ത് തിരിപ്പിക്കാൻ? ഇത്രയും മാത്രം ചിന്തിച്ചാ മതിയല്ലോ, ഇത്രയും മാത്രം ചിന്തിച്ചാ മതിയല്ലോ. അവൻ അങ്ങനെ കൊണ്ടുപോകാൻ അവന് താല്പര്യമില്ല. അവന്റെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ അവൻ ഇത്രയും ഈ കൊച്ചിന്റെ മുമ്പിൽ വെച്ച് ഇത് പറയോ? പറയില്ല അവനെ, പറയില്ല പറയില്ല. അപ്പൊ അവൻ എന്തിനാണ് ഈ സിനിമയ്ക്ക് പോയത്? അവൻ അങ്ങനെ പൈസ പെങ്ങളും നിർബന്ധിച്ച് അവളിത് അറിഞ്ഞു പോലും കാണൂല. ഇത് അവൻ പോയിട്ട് ഇങ്ങനെ ഇപ്പൊ രണ്ടായിട്ട് ഒടിച്ചാൽ ഇനി ഒരു ബന്ധമില്ല. ഞാൻ ഒരു കാര്യം പറയട്ടെ, എനിക്കിപ്പോഴും വിശ്വാസം വരുന്നില്ല. അവ അങ്ങനെ സിനിമയ്ക്ക് കൊണ്ടുപോവാ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊണ്ടുപോകേണ്ടവനാണ്. ഇപ്പൊ നിങ്ങൾ പറഞ്ഞ വിവരം എനിക്കുള്ളൂ കേട്ടോ. ഇനി അവൻ വന്നാലും എന്താ സംഭവം അറിയാൻ. ഞാൻ ഒരു കാര്യം പറയാം, ഇനി ഇവിടെ അടുത്ത മാസം എന്താ മൂന്നാർ നമുക്ക് ഫാമിലി ആയിട്ട് പോകാന്നെല്ലാം പറഞ്ഞുള്ളൂ. ഒരു സ്ഥലത്ത് ഇവിടുന്ന് എന്റെ എന്റെ ഭാര്യയും മോളും ആണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് അനങ്ങി പോരുത്. ഇത് തന്നെ ഞാനും പറഞ്ഞത്, കൊടങ്ങാവിളയിൽ ഇനി ഒരു പരിപാടിക്ക് എന്നെ എന്റെ കൊച്ചിനെ പ്രതീക്ഷിക്കും. കൊടുങ്ങാവിളക്കാരൻ നിങ്ങളെ ഒന്നും ചെയ്തില്ല. അതെ, നിങ്ങളതൊന്നും പറയണ്ട. കൊടങ്ങാവിളക്കാരെങ്ങനെ ഉണ്ടായിരിക്കുന്നോ വരണം രണ്ടും കൂടെ ആസ്വദിച്ച് കണ്ടു സന്തോഷിച്ച് വരുവാണ്. അമ്മായും വന്നാ എപ്പോ നിങ്ങള് എന്തുപറ്റി? നാക്കൊക്കെ ഇറങ്ങിപ്പോയാ നിങ്ങടെ? എന്താടി മുത്തേ? മാമി ഇത് ചെയ്യണ്ടായിരുന്നു നമ്മളടുത്ത്. കൊണ്ടുപോകാന്ന് പറഞ്ഞു. പിന്നെ ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? പറ്റൂലെങ്കിൽ പറ്റൂലെന്ന് പറഞ്ഞപ്പോ നമ്മള് മനസ്സിലാവാത്തവരൊന്നും ഇല്ലല്ലോ. എവിടെ കൊണ്ടുപോവാന്ന്? എങ്ങനെ ചെയ്തു മക്കളെ? ഒരു കാര്യം ഞാൻ പറയാം, ഇത്രയും നാളെ 40 വട്ടം 40 വട്ടം ആങ്ങളാന്ന് പറഞ്ഞ് ഞാൻ ഇത് കൂടി പാടിക്കൊണ്ട് കിടന്നു. ഇപ്പൊ മനസ്സിലായ ആങ്ങളെ ഇല്ല ഒന്നുമില്ലാന്ന്. കൊച്ചിനെ പറഞ്ഞ് പ്രലോഭിപ്പിച്ച് ഞാൻ രാവിലെ പറഞ്ഞു ഈ സിനിമയ്ക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞാ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് പെണ്ടാട്ടി മാപ്പിളയും കൂടെ സിനിമ കണ്ടിട്ട് ഇതാ വന്ന് നിന്ന് കഥ പറയാം. അറിയൂല എന്ന് വിചാരിച്ചല്ലേ? അല്ലേ? അതാണ് കാര്യം. കാര്യല്ലേ ഇത്രയും പേര് ചതിച്ച് വഞ്ചിച്ചിട്ട് സിനിമയ്ക്ക് പോയിട്ട് വന്ന് നിന്ന് കിണിക്കണ്. നീ പറയാൻ സിനിമ കൊള്ളൂല, നീ കാണാൻ പോണ്ട എന്നല്ലേ? നിങ്ങൾ ആദ്യം ഒന്ന് നിങ്ങൾ മിണ്ടായിരിക്കും. ഞാൻ ഒരു കാര്യം പറയാം. മിണ്ടാതിരിക്കുക ഇനി മുതല്. എന്റെ ഇത് കാര്യം ഞങ്ങളിപ്പോ സിനിമയ്ക്ക് വേണം കുഴപ്പമായി പോയത്. എന്താ കുഴപ്പമില്ലേ? സിനിമ ഞങ്ങൾ കണ്ടോ? ഒരു ഉളുപ്പില്ലാതെ പറഞ്ഞാ കൊച്ചിന് മുമ്പ് എന്ന് പറയാൻ തോന്നില്ല ലില്ലിപ്പെണ്ണ നിനക്ക്. എന്താ കുഴപ്പം? എടി നിനക്കെങ്കിലും ഒരു വാക്ക് പറയാറുണ്ടല്ലേടി? എടാ എന്തറിഞ്ഞിട്ടാണ് നീ പറയുന്നത്? ഞങ്ങൾ ഏത് സിനിമ കാണാനാ പോയത്? ഇടേ പുരുഷോത്തമ സാർ അഭിനയിച്ച ഒരു സിനിമ ഇറങ്ങി, അത് കണ്ടില്ലേ ഞങ്ങൾക്ക് അവിടെ കയറി കിടക്കാൻ പറ്റില്ല. എല്ലാവർക്കും, മമ്മൂട്ടിക്ക്, നമ്മുടെ സഹായദാസിന്, എല്ലാവർക്കും ഫാമിലി ടിക്കറ്റ് എടുത്ത് അവിടെ വെച്ചിരിക്കുന്നു. ഞാൻ ആ പറഞ്ഞു നിൽക്കുന്ന സമയത്ത് എനിക്ക് കോൾ വരുന്നു, പെട്ടെന്ന് പോയി സിനിമ കണ്ട് വൈകുന്നേരം റിസൾട്ട് വരണം. ഞാനും പോയത്. ഇതാണ് സംഭവം. ഇവക്ക് എന്നെ ഒന്ന് വിളിച്ച് പറയായിരുന്നില്ല ഞാൻ ഈ വീട്ടിൽ ചത്തിരിക്കുവാണോ? ആണോ? ചേച്ചി എനിക്ക് സിനിമ കാണാനൊന്നും അറിയത്തില്ലായിരുന്നു. ഏട്ടൻ വിളിച്ചിട്ട് പറഞ്ഞ് പെട്ടെന്ന് എല്ലാം പറഞ്ഞു. ഞാൻ ഇവിടെ വന്ന് എത്ര പ്രാവശ്യം വിളിച്ചു. ചേച്ചി എവിടെ പോയിരിക്കായിരുന്നു? മുത്തിനെ വിളിച്ച്, ക്ലീറ്റോ ചേട്ടനെ വിളിച്ച്, ഇവിടെ ഒരാളെ ഞാൻ കണ്ടില്ല. അല്ലെങ്കിൽ തന്നെ നമ്മൾ ആവേശം കാണുന്ന സെക്കൻഡ് ഷോക്ക് അല്ലേ പോണെന്ന് പറഞ്ഞിരുന്നത്. അതിനുള്ള ടിക്കറ്റ് എന്റെ ഇരിക്കല്ലേ? മോള് പറഞ്ഞപ്പോ തന്നെ പോണ വഴി ഞാൻ ബുക്ക് ചെയ്തില്ലേ? നിന്നോട് വാക്ക് പറഞ്ഞതല്ലേ? എന്ത് പറഞ്ഞു? നിങ്ങൾ ആവേശം കളിക്കുന്ന തിയേറ്ററിന് ഫ്രണ്ട് ഇരിക്കുന്നത് എന്റെ ഒരു കൂട്ടുകാരൻ. ആ തിയേറ്റർ ഒരു സിനിമ മാത്രമേ. അപ്പൊ ഇതൊക്കെ ഉണ്ടാക്കിയത് ഇവന്റെ വാക്ക് കേട്ടിട്ട് ഇനിയിപ്പോ എന്ത് ചെയ്യും? ഇനിയിപ്പോ എന്ത് ചെയ്യാ? എല്ലാം റെഡി ആക്കിക്കോളൂ. നിങ്ങള് സിനിമയ്ക്ക് പോയി എന്നുള്ള വാശി കൊണ്ടേ ക്ലീറ്റോ 6 ടിക്കറ്റ് സെക്കൻഡ് ഷോക്ക് വീണ്ടും ബുക്ക് ചെയ്തു. നമുക്കെല്ലാം ഒരുമിച്ച് പോവാം. അച്ഛൻ മേടിക്കണ്ട. 150 രൂപ വെച്ച് ഞാൻ മറിച്ചിട്ട് അങ്ങനെ ഒരു 32,000 രൂപ ഒപ്പിച്ചു. എന്റെ ആങ്ങളയുണ്ടല്ലോ, എന്റെ ആങ്ങള പൊന്ന്. പക്ഷെ നീ ഉണ്ടല്ലോ ഓന്ത്. Audience